രക്തപ്പുരണ്ട് സീബ്ര ലൈനുകൾ 10 മാസത്തിനിടെ വാഹനം പിടിച്ച് പൊലിഞ്ഞത് 218 ജീവൻ. കാൽനട യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കാനുള്ള ഫലപ്രദമായ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. സീബ്ര ക്രോസിംഗിൽ യാത്രക്കാർക്കാണ് ഒന്നാമത്തെ അവകാശം. സീബ്ര ലൈനിൽ കാൽനട യാത്രക്കാർ അപകടത്തിന് ഇരയാകുന്നു എന്നത് പ്രശ്നം കൂടുതൽ ഗൗരവമാകുന്നു എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഈ വർഷം ഒക്ടോബർ 31 വരെ സീബ്ര ലൈനിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ വാഹനമിടിച്ച് മരിച്ചത് 218 പേരാണ്. ഇക്കാലയളവിൽ 851 കാൽനട യാത്രക്കാരാണ് സംസ്ഥാനത്ത് വാഹനമിടിച്ച് മരിച്ചത്. ബോധവൽക്കരണവും പരിശോധനയും മുറക്കി നടക്കുമ്പോഴും സംസ്ഥാനത്ത് വാഹനാപകടം കൂടുകയാണ്. കാൽനട യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി പോലീസ് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ കുടുങ്ങിയത് 1232 വാഹനങ്ങളാണ്. ഇവരിൽ നിന്ന് 2.57 ലക്ഷം രൂപ പിഴയായി ഈടാക്കുകയും ചെയ്തു. 2022 43,910 അപകടങ്ങളിലായി 4,317 പേർ മരിച്ചു. 2023 ആയപ്പോൾ അപകടങ്ങളുടെ എണ്ണം 48,068 ഉയർന്നു. എന്നാൽ മരിച്ചവരുടെ എണ്ണം 4,084 കുറഞ്ഞു. 2024 അപകടങ്ങളുടെ എണ്ണം 48,834 കൂടി. മരിച്ചവരുടെ എണ്ണം 3,774 കുറയുകയും ചെയ്തു. ഈ വർഷം ഓഗസ്റ്റ് 31 വരെ 32,658 അപകടങ്ങളിലായി 2,408 മരണങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. സീബ്ര ലൈനും റോഡും മുറിച്ചു കടക്കുന്നതിനിടെ കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടാൻ കാരണം വാഹനമോടിക്കുന്നവരുടെ അശ്രദ്ധയും അതിവേഗവുമാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. വീതി കുറഞ്ഞ റോഡുകളിലൂടെ പരിധിയിൽ കൂടുതൽ വേഗത്തിൽ പോകുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്. ആവശ്യത്തിന് സീബ്ര ലൈൻ ഇല്ലാത്തതും പലയിടത്തും മാഞ്ഞുപോയതും പ്രതിസന്ധിയായിരിക്കുകയാണ്. ദേശീയപാതകളിൽ പോലും ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രമാണ് കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ സഹായകമായ സിഗ്നൽ സംവിധാനമുള്ളത്. വാഹനപ്പെരുപ്പവും ഫുട്പാത്തുകളില്ലാത്ത റോഡുകളും അപകടം കൂടുന്നു. യാത്രക്കാർ സീബ്ര ലൈൻ മുറിച്ചു കടക്കുമ്പോൾ പോലും വാഹനങ്ങൾ കുതിച്ചു പോകുന്നു. നഗരങ്ങളിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ സിഗ്നൽ സംവിധാനം പരമാവധി കുറച്ച് മറ്റ് മാർഗങ്ങൾ തേടുമ്പോൾ കാൽനട യാത്രക്കാർ 4 വരി പാതകൾ ഉൾപ്പെടെ മുറിച്ചു കടക്കാൻ കഴിയാതെ വരികയാണ്.